ഹായ് കൂട്ടുകാരെ, ഇന്ന് കനാസ സ്കൂളിലെ ടീച്ചേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടികളാണ് കേട്ടോ. ടീച്ചേഴ്സിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന കൊച്ചുമിടുക്കന്മാരും മിടുക്കികളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ടീച്ചർമാരെ പൂക്കൾ കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഈ കാണുന്നത്. യെസ്, അപ്പോൾ നമുക്ക് കാണാം പരിപാടി. ചന്ദ്രൻ നല്ല രാത്രി ടീച്ചേഴ്സ് സ്വീകരിക്കുന്നതാണ് കാണുന്നത്. ഇത് നമ്മുടെ ഹെഡ് മിസ്റ്ററാണ് ഈ സ്കൂളിൻ്റെ. പങ്കെടുക്കുന്ന കൊച്ചു മിടുക്കന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ ആഘോഷത്തിലാണ് കേട്ടോ. കുറച്ച് മിടുക്കന്മാരെ കാണിക്കാം. ഇവിടുത്തെ കൊച്ചു മിടുക്കന്മാരാണ് കേട്ടോ. ഭാവിയിലെ വാഗ്ദാനങ്ങൾ തന്നെ പറയണം. ഇത് കണ്ടോ, അവരെയൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഇതിൽ കാണാൻ തന്നെ ഒരു ചന്തമുള്ള കാര്യമാണ് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ആ, മിണ്ടുന്നില്ല. ഹായ് പറയൂ. ഇവരുടെ സ്പീച്ച് ഒന്ന് കേൾക്കും. ഇവിടുത്തെ ടീച്ചേഴ്സാണ് കേട്ടോ അതൊക്കെ. ഓരോരുത്തരും പ്രത്യേകം ഞാൻ കാണിക്കാം. ഇത് ഹെഡ് മിസ്റ്റേഴ്സ് ആണ് കേട്ടോ.
കണ്ടിന്യൂ We ചെയ്തോ. appreciate and honor your hard work and commitment to education. Happy Teachers Day, dear amazing teachers. Thank you. Oh, this auspicious day and joyful. Welcome to Reverend Sister Sophie Thomas, our manager. Sister Sebastian, our headmistress. മിസ്സസിന് കൊടുത്ത് സ്വീകരിക്കുന്നതാണ് കേട്ടോ. മോനെ ഇത്തിരി കൂടെ വെച്ച് പറഞ്ഞടാ. Welcome to everyone's support. Bluetooth mode. അതിന് വോളിയോ ഒന്ന് ഇത്തിരി കൂട്ടാൻ വോളിയോ അതിൻ്റെ കൂട്ടാൻ പറയാം. ആ മൈക്കിൽ സംസാരിക്കണേൻ്റെ Respected Headmistress, Sister Valsa, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാ ടീച്ചേഴ്സും I speak English in English. Today what day? Today what are we celebrating? We are celebrating Teachers' Day. Actually, it is on September 5th. Our Onam and the Teachers' Day came together. So we are celebrating today. We are showing our respect and appreciation for our teachers on this day. Are you all happy? Are you all happy? Why happy? Why you are happy? Because it is Teachers' Day and you are celebrating. You want to show your love and appreciation for your teachers.
Now I will read something which you will listen and you will tell me afterwards. William R. the Ward says, the mediocre teacher tells, the good teacher explains, the superior teacher demonstrates, but the great teacher inspires. ഇത് പറഞ്ഞാലറിയാവോ? വില്യം ആർ ദ വേർഡ്. വില്യം ആർ ദ വേർഡ് പറഞ്ഞ കാര്യങ്ങള് ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം പറഞ്ഞ എന്താണെന്നറിയാവോ? സാധാരണ ടീച്ചേഴ്സിന് മാത്രം കമ്പ്യൂട്ടർ അല്ലാത്ത ടീച്ചേഴ്സ് ചുമ്മാ പറഞ്ഞ് പഠിപ്പിക്കും. മറ്റേ നല്ല നല്ല ടീച്ചേഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും, നന്നായിട്ട് വിശദീകരിച്ച് തരും. പിന്നെയുള്ളത് സുപ്പീരിയർ ടീച്ചേഴ്സ് അവർ കാണിച്ചു തരും. പക്ഷേ നമ്മളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ്? ഗ്രേറ്റ് ആണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ നമുക്ക് പ്രചോദനം നൽകുന്നു. പ്രചോദനം അറിയാമോ എന്താണ്? നല്ല റോൾ മോഡലാണ്. അവരുടെ ജീവിതത്തിലൂടെ അവർ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണോ? ആ ടീച്ചേഴ്സിന്റെ ജീവിതത്തിലൂടെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ക്ഷമയിലൂടെ നിങ്ങൾ പഠിക്കുന്നു അല്ലേ? പഠിക്കുന്നുണ്ടോ? ടീച്ചേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ടീച്ചേഴ്സ് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ടീച്ചേഴ്സിന് നിങ്ങളോട് സ്നേഹമാണോ? ആ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളോട് അമ്മ നിങ്ങളുടെ വീട്ടിലെ അമ്മ നിങ്ങളോട് പെരുമാറുന്ന അതുപോലെയാണ് പെരുമാറുന്നേ? ഉത്തരവില്ലല്ലോ. ഉത്തരവുണ്ടോ? പറഞ്ഞേ. ടീച്ചേഴ്സ് ആർ ലൈക്ക് മദേഴ്സ്. ഇസ് ഇറ്റ്? സ്കൂൾ ഈസ് ലൈക്ക് എ ഹോം അവേ ഫ്രം ഹോം. അങ്ങനെയാണോ? വീട്ടിൽ നിന്നും അകന്ന് നിൽക്കുമ്പോൾ വീടിന്റെ ഒരു പ്രതീകം നമുക്ക് ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഒന്നും പറയുന്നില്ലല്ലോ. തിരിയുന്നുണ്ടോ? പറയുന്നുണ്ടോ? തിരിഞ്ഞോ? നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ അമ്മയുടെ സ്ഥാനത്താണ് നമ്മുടെ ഓരോ ടീച്ചേഴ്സും. അങ്ങനെയാണോ? ആ ടീച്ചേഴ്സ് നിങ്ങളെ സ്നേഹിക്കണമെന്ന് ഉത്തരം പറ. ഉണ്ട് അല്ലേ? ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് വരികയില്ല. നിങ്ങൾക്ക് പ്രചോദനമാണ് നിങ്ങളുടെ ടീച്ചേഴ്സ്. അവരുടെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചുകൊണ്ട് ഭാവിയിൽ നിങ്ങൾ എന്തായിത്തീരണം, നിങ്ങൾക്കൊരു നല്ല ശോഭനമായ ഭാവി, നല്ല ഭാവി ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് കൂടെ ഉള്ളവരുണ്ടായി. കോത്താരി കമ്മീഷനിൽ പറയുന്നുണ്ട്, the destiny of India is now being shaped in the classrooms. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ ക്ലാസ് മുറികളിലാണ് രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ക്ലാസ് മുറികളിൽ എങ്ങനെ വേണം നമ്മൾ ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കുമോ? യെസ്, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് നിങ്ങള്. അങ്ങനെ അനുസരണശീലം വേണം. അതുപോലെ തന്നെ അവര് പറയുന്ന കാര്യങ്ങള് പഠിപ്പിക്കുന്ന മാത്രം കേട്ടാൽ പോരാ, അവര് പല കാര്യങ്ങളും സത്യസന്ധമായിട്ട് പെരുമാറണമെന്നും ഡിലിജന്റ് ആയിട്ട് എല്ലാ ദിവസവും സമയത്ത് ക്ലാസ്സിൽ വരണമെന്നും വൃത്തിയായിട്ട് വരണമെന്നും ഒരിക്കലും നുണ പറയരുതെന്നും എപ്പോഴും സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ചു തരും. അത് അവരുടെ ജീവിതത്തിലൂടെ അതുപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യണം. ചെയ്യുമോ? നല്ല കുട്ടികളായിട്ട് ജീവിക്കുമോ? നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൽ പെരുമാറുമോ? യെസ് എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞേ. അത് എങ്ങനെ യെസ് പറഞ്ഞേക്കോന്നറിയാമോ? നിങ്ങൾ എല്ലാവരും എപ്പോഴും നല്ല കുട്ടികളാണ്. പക്ഷെ എല്ലാ ദിവസവും നല്ല, ഇന്ന് മാത്രമല്ല, ഇന്ന് ടീച്ചേഴ്സിനെ നമ്മൾ പ്രത്യേകമായ വിധത്തിൽ അനുസ്മരിക്കുകയും അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മളുടെ ടീച്ചേഴ്സ് നമുക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ച് നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല നിങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ടീച്ചേഴ്സിനോട് നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദി കാണിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകുമോ നിങ്ങൾ? യെസ്, വെരി ഗുഡ്. സോ വി വിഷ് യു ഓൾ ടീച്ചേഴ്സ്, വി വിഷ് യു എ വെരി ഹാപ്പി ടീച്ചേഴ്സ് ഡേ and we pray God to bless all of you and your family members with all the graces that you need. Madam Manager, I am very grateful to you for your committed service, dedication, joyful service and formation of the heart you are aiming at, just like the founders wanted. Our founders long time back asked us to start schools in order to form the character of the students, in order to build up a good family. When they become fathers and mothers, they will become, in turn, they will become good family makers. Not only we say homemakers, when the mother is not working, she is actually doing a lot of work at home. Still we say homemakers. But then each one of us, അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ച് മക്കളും കൂടെ ഒരുമിച്ച് വളർത്തിക്കുന്നതാണ് കുടുംബമായി മാറുന്നത്, സന്തോഷ കുടുംബമായി മാറുന്നത്. അങ്ങനെ എല്ലാവരുടെയും കുടുംബങ്ങള് സന്തോഷം, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലെ സന്തോഷം ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ. അതുപോലെ വിജയത്തിന് എല്ലാവർക്കും ദൈവാനുഗ്രഹം നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
No battery needs charge. No battery needs charge. Next up, we have a beautiful poem dedicated to our teachers. A poem is a perfect way to express the emotions that are often hard to put into words. This piece beautifully captures the essence of a teacher's role in our life and feel for them. Now, it's time to add some random and vibrance to our celebration. Our school students have prepared a dance performance as a tribute to our teachers. This dance is a vibrant and energetic expression